താമരശ്ശേരി ചുരത്തിൽ ഭാഗിക ഗതാഗത നിയന്ത്രണം തുടരുന്നു. മഴ കുറഞ്ഞതിനാൽ ചെറിയ വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. ഭാരവാഹനങ്ങളുടെ കാര്യത്തിൽ പിന്നീട് തീരുമാനമുണ്ടാകുമെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ അറിയിച്ചു. കനത്ത മഴയ്ക്ക് ശേഷം സംഭവിക്കുന്ന മണ്ണ് നിരങ്ങി നീങ്ങൽ പ്രതിഭാസമാണ് ചുരത്തിൽ സംഭവിച്ചത് എന്ന് മുൻ മണ്ണ് സംരക്ഷണ ഓഫീസർ PU ദാസ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. റിപ്പോർട്ടിലേക്ക് ആദ്യം. താമരശ്ശേരി ചുരത്തിൽ മഴ മാറിയതോടെ ചെറിയ വാഹനങ്ങൾ സുഗമമായി കടന്നുപോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടെ തന്നെ ചെറുവാഹനങ്ങൾ കടത്തിവിട്ടിരുന്നു. റോഡിൽ നിലവിൽ തടസ്സങ്ങളൊന്നുമില്ല. ഇന്നലെ ഉച്ചയ്ക്കത്തെ കനത്ത മഴയിൽ ഇടിഞ്ഞു വീണ ചെളിയും പാറകളും ഒക്കെ ഇന്നലെ തന്നെ നീക്കം ചെയ്തിരുന്നു. എന്തായാലും മഴ മാറിയതോടെ ഗതാഗതം സുഗമമായിട്ടുണ്ട്. പക്ഷേ ഭാരവാഹനങ്ങൾക്ക് ഇപ്പോഴും നിയന്ത്രണമുണ്ട്. അതിന് പ്രധാന കാരണമായി പറയുന്നത് ഭാരവാഹനങ്ങൾ കടത്തിവിടുമ്പോൾ ഒരുപക്ഷെ ട്രാഫിക് ജാം ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ ഈ ദുരന്തമുണ്ടായ ഒരു സ്ഥലത്ത് വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഒരുപക്ഷെ ഉണ്ടായേക്കാം. പിന്നെ വാഹനത്തിന്റെ ലോഡും അതും ഒരു പ്രശ്നമാണ്. ഈ കാരണങ്ങൾ കൊണ്ട് തൽക്കാലം ഭാരവാഹനങ്ങൾ വിടുന്നില്ല. ഉടൻ തീരുമാനം ഉണ്ടാകും എന്നാണ് ജില്ലാ കലക്ടർ അത് സംബന്ധിച്ച പറഞ്ഞത്. കുറച്ച് കൺട്രോൾ എപ്പോൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ട്രാഫിക് ഈ ഹെവി ട്രക്സ് അലൗ ചെയ്യുമ്പോൾ പിന്നെ കുറച്ചൊരു റെസ്ട്രിക്ഷൻ ഉണ്ടാവേണ്ട ആവശ്യമുണ്ടാവും. സോയിലിൽ താഴെ നമുക്ക് നോക്കുമ്പോൾ കുറച്ചൊരു ടെസ്റ്റ് ആവശ്യമുണ്ട്. ഒരു മെഷീൻ നമുക്ക് അറേഞ്ച് ചെയ്യാനുണ്ട്. അത് അറേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് ക്ലിയർ ആയിട്ട് പിക്ചർ കിട്ടും. പാറ ഇടിഞ്ഞു വീഴാൻ, പാറ നിരങ്ങി നീങ്ങാനുള്ള കാരണത്തെക്കുറിച്ച് ഒരു വിദഗ്ധമായ പഠനം തന്നെ നടത്തേണ്ടതുണ്ട്. ചുരത്തിൽ വേറെയും അപകട മേഖലകളുണ്ട്. അത് സംബന്ധിച്ച് ഒരു വിദഗ്ധമായ പഠനം വേണമെന്നാണ് മുൻ മണ്ണ് സംരക്ഷണ ഓഫീസറും അതുപോലെ ഈ ദുരന്ത നിവാരണ മേഖലയിലെ വിദഗ്ധനുമായ PU ദാസ് അത്തരത്തിലൊരു അഭിപ്രായമാണ് പങ്കുവെക്കുന്നത്. ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന അനിവാര്യമാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ നിൽക്കുന്ന എക്സ്പോസ് ചെയ്ത് കാണുന്ന വലിയ റോക്ക്, വലിയൊരു പാറ, അതിനിടയിൽ 2 കാവിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ തന്നെ പ്രഥമ ദൃഷ്ടിയ ഒരു അപകട സാധ്യത കാണുന്നു എന്നുള്ളതാണ്. ഭാരവാഹനങ്ങളുടെ ഗതാഗതം അനുവദിക്കുന്ന കാര്യത്തിൽ ഉച്ചയ്ക്ക് ശേഷം ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് ജില്ലാ കലക്ടർ അറിയിച്ചത്. താമരശ്ശേരി ചുരം വഴി വലിയ വാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയതോടെ ഭാരമേറിയ വാഹനങ്ങളെല്ലാം തന്നെ പോകുന്നത് കുറ്റ്യാടി ചുരത്തിലൂടെയാണ്. വയനാട്ടിലേക്ക് എത്താനുള്ള ലോറികളും KSRTC ബസ്സുകളും ഉൾപ്പെടെയുള്ളവ ഇതിൽ പെടുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം അവിടെ വലിയ ഗതാഗത കുരുക്കുണ്ടായി. അതായത് കുറ്റ്യാടി ചുരത്തിൻ്റെ 5-ാം വളവിലും അതുപോലെ തന്നെ പക്രംതളത്തിന് സമീപത്തും ചെറിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. മഴയും കനത്തതോടെയാണ് അവിടെ ഗതാഗത കുരുക്ക് ഏറിയത്. എന്നാൽ തൊട്ടിൽപ്പാലം പോലീസും ഒക്കെ എത്തി ഗതാഗതം വലിയ തോതിൽ നിയന്ത്രിച്ചതോടുകൂടി ഗതാഗത കുരുക്ക് അഴിക്കാനായി. ഇന്ന് രാവിലെ മുതൽ മഴയും മാറി നിന്നതോടുകൂടി സുഗമമായി തന്നെ വാഹനങ്ങൾ കുറ്റ്യാടി ചുരം വഴി ഇപ്പോൾ കടന്നു പോകുന്നുണ്ട്. ചെറിയ വാഹനങ്ങൾ താമരശ്ശേരി ചുരത്തിലൂടെ പോകുന്നു എന്നുള്ളത് കൊണ്ട് അതും കുറ്റ്യാടി ചുരത്തിന് ആശ്വാസമായി മാറിയിരിക്കുകയാണ്. കമലിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. അപ്പോൾ പൂർണ്ണതോതിലൊരു ആശ്വാസം, പൂർണ്ണതോതിലുള്ള ഒരു പരിഹാരം എപ്പോഴുണ്ടാകുമെന്നാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പ്രധാനപ്പെട്ട പാതയാണ്. വയനാട്ടിലേക്ക് പോകാനുള്ള പാതയിൽ ഇങ്ങനെ ഒരു ഒറ്റപ്പെടൽ ഉണ്ടാകുമ്പോൾ സമീപ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ള ചരക്ക് ഗതാഗതം, ഓണക്കാലമൊക്കെയാണ്. അപ്പോൾ ഒരുപാട് ആശങ്കകൾ അത് പരിഹരിക്കപ്പെടുക തന്നെ വേണം. കമൽ നമ്മോടൊപ്പം തത്സമയം ചുരത്തിൻ്റെ സമീപത്ത് നിന്നും ചേരുന്നുണ്ട്. കമൽ, ഇപ്പോഴും ഈ വലിയ വാഹനങ്ങൾ, ഭാരവാഹനങ്ങൾ കടത്തിവിടാൻ കഴിഞ്ഞിട്ടില്ല. ചെറുവാഹനങ്ങൾ ഒരു വഴി കടത്തിവിടുന്നുണ്ട്. അത് എത്രത്തോളം സുഗമമാണ്? ഇനി എത്ര സമയം കൂടി വേണ്ടി വന്നേക്കാം? കാരണം കളക്ടർ പറഞ്ഞത് ഉച്ചയ്ക്ക് ശേഷം കാര്യങ്ങൾ നോക്കിയ ശേഷം ഒരു തീരുമാനം ഏകദേശം പറയാമെന്നായിരുന്നു. ഇപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കമൽ? ഇപ്പോൾ ഈ ട്രക്കുകൾ നിരനിരയായി കുടുങ്ങിക്കിടക്കുന്നത് നമുക്ക് കാണാം. വലിയ വാഹനങ്ങൾ കടത്തിവിടാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ലോറികളാണ് ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത്. കാരണം പല സംസ്ഥാനങ്ങളിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ ചരക്ക് എത്തിക്കാനുള്ള ലോറികളാണ്. പ്രത്യേകിച്ച് ഓണക്കാലമാണ് പ്രജീഷ് പറഞ്ഞതുപോലെ. കാരണം ഒരുപാട് സാധനങ്ങൾ എത്തിക്കേണ്ടതുണ്ട്. നമുക്കറിയാം കർണാടകയിൽ നിന്നൊക്കെയാണ് കൂടുതൽ ചരക്കുകൾ കേരളത്തിലേക്ക് വരുന്നത്. ഈ ലോറി ഡ്രൈവർമാർ എന്നോടൊപ്പം ഉണ്ട്. കുറേ ആയി കുടുങ്ങിക്കിടക്കുന്ന ആളുകളാണ്. എന്താണ് നിങ്ങളുടെ ഒരു അവസ്ഥ? ഞങ്ങളിപ്പോൾ ഒരു 30-32 മണിക്കൂറോളായി ഇവിടെ നിൽക്കുന്നു. വളരെ പ്രയാസമാണ്. ഓണച്ചന്തയിലേക്കുള്ള സാധനങ്ങളാണ് ഒട്ടുമിക്കം. ഈ സിവിൽ സപ്ലൈസിന്റെ സാധനങ്ങളടക്കമാണ് ഒരു 80% ഉള്ളത്, സപ്ലൈകോയ്ക്കുള്ളത്. ഇതിലെ ഇങ്ങനെ ഒരുപാട് നേരം മഴ നിന്ന് കൊള്ളിയൊക്കെ ആണെങ്കിൽ അത് ഡാമേജായി ഉപയോഗശൂന്യമാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു 30-32 മണിക്കൂറോളായി നമ്മൾ തന്നെ ഇവിടെ ലാൻഡ് ചെയ്തിട്ട്. അതിന് പുറമെ 2-3 ദിവസം മുന്നേ ഓടി വരുന്ന വണ്ടിയാണ്, അതർ സ്റ്റേറ്റിൽ നിന്ന് വരില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. ഇപ്പം മാനം തെളിയും മറ്റുള്ള വാഹനങ്ങൾ. ഇന്നലെ രാത്രി തൊട്ട് മഴ പെയ്തിട്ടില്ല ഇവിടെ? ഇല്ല, ഇന്നലെ രാത്രി തൊട്ട് മഴയില്ല. ഞങ്ങൾ
ഇവിടെ ഉറങ്ങാതിരിക്കുക. കാര്യം എപ്പോഴാണ് പോകാൻ പറഞ്ഞാൽ അപ്പോൾ പോകാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭാരവാഹനങ്ങൾ പോകരുതെന്നാണ്. പക്ഷേ പാല് വണ്ടി, അതുപോലെ പുറകിൽ വരുന്നത് കണ്ടെയ്നർ, ഇങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ വിടുന്നുണ്ട്. എമർജൻസി പറഞ്ഞിട്ട് നമ്മൾ കൊണ്ടുവന്നത് എമർജൻസി അല്ലേ, ഭക്ഷണ സാധനങ്ങളല്ലേ. ഞങ്ങൾക്കും അതുപോലെ ഭക്ഷണം കഴിക്കാനും മറ്റുള്ള പ്രാഥമിക കർമ്മം ചെയ്യാനും ഒക്കെ ഉള്ള ഒരു അവസരം ഇവിടെ ഇല്ല. നമ്മൾ നടു റോട്ടിൽ നിൽക്കുകയാണ്. നമ്മൾ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സാധനം കൊണ്ടുവന്ന് ഇവിടെ വൈകി കിടക്കല്ലേ. എന്താ നിങ്ങളൊരു അവസ്ഥ? ഞങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്നലെ രാവിലെ 8:30 മണിക്ക് ഇവിടെ എത്തിയതാണ്. ഇവിടെ ഒരു ചോറിന് 107 ഉറുപ്പിക കൊടുക്കണം. നമ്മുടെ വണ്ടിയിൽ പാചകം ചെയ്യുന്ന സെറ്റപ്പ് ഇപ്പം ഇല്ല, ഉണ്ടായിരുന്ന സെറ്റപ്പ് ഇല്ല. ഇപ്പോൾ ഇതുപോലെ ഇത്രയും വാഹനങ്ങൾ ഇപ്പോൾ ഈ കാലാവസ്ഥയ്ക്ക് ഇവർ വിട്ടില്ലെങ്കിൽ പിന്നെ ഇത് ഏത് കാലാവസ്ഥയ്ക്ക് വിടാനാണ് അവർ ഉദ്ദേശിക്കുന്നത്? ഒരു 5 വണ്ടി അല്ലെങ്കിൽ 10 വണ്ടി വെച്ച് വിട്ടാൽ തന്നെ ഇപ്പോഴത്തെ പ്രശ്നം തീരും. ഒരു 40 വണ്ടിക്കാരുണ്ടാവും ചുരുങ്ങിയ ഇവിടെ. അവരെല്ലാവരും ഇങ്ങനെ ഇന്നലെ തൊട്ട് ബനിയാൻ തൊട്ട് ഇരിക്കുന്നുണ്ട്. ഭക്ഷണമില്ല, വെള്ളമില്ല, ബാത്റൂമിൽ പോകാനുള്ള സൗകര്യമില്ല. ഇങ്ങനെ ബുദ്ധിമുട്ടാവുന്നത്. വേറെ എല്ലാ വണ്ടിയും പോകുന്നുണ്ട്, ലോറിക്കാർക്ക് മാത്രം പ്രശ്നം. ഇന്നേക്ക് 2-ാം ദിവസമാണ് ഞങ്ങൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത്. ഈ കാണുന്ന വണ്ടികളിൽ 3/4 ഭാഗം ഭക്ഷ്യ വസ്തുക്കളാണ്. ഇന്നലെ രാവിലെ മാർക്കറ്റ് കൊടുക്കേണ്ട സാധനങ്ങൾ വരെ ഈ വണ്ടിയിലുണ്ട്. ഇന്നലെ ഇവിടെ വന്ന അധികൃതരൊക്കെ നമ്മളോട് പറഞ്ഞത് മഴ ഇല്ലെങ്കിൽ നിങ്ങൾ രാവിലെ 10 മണിൻ്റെ മുമ്പ് കടത്തി വിടാനാണ്. 12 മണിക്കൂറായി ഇപ്പോൾ ഇവിടെ മഴ പെയ്തിട്ട്. ഇപ്പോൾ ടൈം 2 മണിയായി. ഇതുവരെ ഒരു നടപടി ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. പ്രജീഷ്, അതാണ് മഴ മാറി നിൽക്കുന്നു, അവിടെ ഇപ്പോൾ അപകട സാധ്യതയൊന്നുമില്ല, എന്നിട്ടും ഞങ്ങളെ മാത്രം എന്തിനു തടഞ്ഞു വെക്കുന്നു? അവശ്യ വസ്തുക്കളാണ്, ഓണച്ചന്തയിലേക്കുള്ള സർക്കാരിന്റെ സപ്ലൈകോയ്ക്ക് പാക്ക് ചെയ്ത് കൊടുക്കേണ്ട സാധനങ്ങളാണ് ഓണത്തിന് മുമ്പ്. അത്തരം കാര്യങ്ങളുണ്ട്. ഇക്കാര്യത്തിൽ ഒരു അടിയന്തര ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും കോഴിക്കോട് ജില്ലാ കലക്ടറുടെ ഭാഗത്തു നിന്നും വേണം. അദ്ദേഹം രാവിലെ വന്നപ്പോൾ പറഞ്ഞത് ഉച്ചയ്ക്ക് ശേഷം ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട്, അതിലൊരു തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ്. കുറെ ചരക്ക് വാഹനങ്ങൾ തുടരുക. അവിടുത്തെ ദുരിത കാഴ്ചകൾ നമുക്ക് വീണ്ടും പങ്കുവയ്ക്കാനായി കമലിലേക്ക് എത്താം. ഇപ്പോൾ സംഷാദ് മരക്കാർ, വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശ്രീ സംഷാദ് മരക്കാർ, കാരണം അവിടുത്തെ ദുരിത കാഴ്ചകൾ കേട്ടുവല്ലോ. ഓണക്കാല സമയമാണ്, മാത്രമല്ലാതെയും എത്രയോ ചരക്കുകൾ കൊണ്ടെത്തിക്കണം. അപ്പോൾ വ്യാപാരികളെ സംബന്ധിച്ചോളം, കച്ചവടക്കാരെ സംബന്ധിച്ചോളം അവരുടെ ആശങ്കകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നീട് ഈ കണക്ടിവിറ്റി ഇല്ലാതെ പോകുമ്പോഴുണ്ടാകുന്ന ദുരിതം, മാത്രമല്ല 4-5 മണിക്കൂർ സാധാരണയൊക്കെ മുൻപും ഇങ്ങനെ ഈ ചുരം വഴിയുള്ള യാത്രയിൽ എടുക്കുന്ന സമയങ്ങൾ എന്തെങ്കിലുമൊക്കെ കാലാവസ്ഥാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇരട്ടിയുടെ ഇരട്ടി ആളുകൾ പറഞ്ഞില്ലേ, 12-ഉം 14-ഉം മണിക്കൂറുകളായി കാത്തു കിടക്കുകയാണെന്ന് പറയുന്നു. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ ഒരു വഴിയിലൂടെയുള്ള വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്, ചെറുവാഹനങ്ങളാണ്. ശാശ്വതമായൊരു പരിഹാരത്തിന് ഇനിയും സമയമെടുക്കുമോ? പ്രായോഗിക പ്രശ്നം എന്താണ് നിലനിൽക്കുന്നത്? ഷംസാദ്, ഇന്ന് നമ്മളെടുത്ത തീരുമാനം ചെറുവാഹനങ്ങൾ രാവിലെ മുതൽ ഒരു വരിയായി കടത്തിവിടുക എന്നുള്ളതാണ്. അത് മികച്ച രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോയി. അതിനിടയിലാണ് ഇപ്പോൾ കമലടക്കം സൂചിപ്പിച്ച ചരക്ക് വാഹനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ പ്രയാസം അവർ നേരിടുന്നുണ്ട്. അവർ മണിക്കൂറുകളായി ചുരത്തിൽ വന്ന് നിൽക്കുന്ന ആളുകളാണ്. അത് ഓണക്കാലമായതുകൊണ്ട് തന്നെ അതിന് അത്യാവശ്യമുള്ള ഭക്ഷ്യവസ്തുക്കളടക്കം കോഴിക്കോട് എത്തേണ്ടതും കോഴിക്കോട് നിന്ന് തിരിച്ച് അതുപോലെ വയനാട്ടിലേക്ക് വരേണ്ടതുമായ വാഹനങ്ങളുണ്ട്. ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഇന്ന് കോഴിക്കോട് ജില്ലാ കലക്ടർ ഇന്നാണ് സ്ഥലം സന്ദർശിച്ചത്. അപ്പോൾ അദ്ദേഹം രാവിലെ സ്ഥലം സന്ദർശിച്ചിട്ട് ഉച്ചയോടുകൂടി 2 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട് DOCയുമായി ചേർന്നുകൊണ്ടുള്ളൊരു മീറ്റിംഗ് എടുക്കുകയും ആ മീറ്റിങ്ങിനെ തുടർന്ന് വലിയ വാഹനങ്ങൾ കടത്തിവിടാനുള്ള സാഹചര്യത്തെക്കുറിച്ച് മനസ്സിലാക്കി അതിൻ്റെ തീരുമാനം അറിയിക്കുമെന്നാണ് പറഞ്ഞത്. ഇതുവരെ ആ ഒരു തീരുമാനം വന്നിട്ടില്ല. ആ ഒരു തീരുമാനത്തിനാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. കാരണം അത് കോഴിക്കോട് ജില്ലാ ഭരണകൂടം എടുക്കേണ്ട ഒരു തീരുമാനമാണ്. ആദ്യഘട്ടങ്ങളിലൊക്കെ നമ്മൾ വയനാട് ജില്ലാ ഭരണകൂടവും അവിടുത്തെ ജനപ്രതിനിധികളെല്ലാം ചേർന്നുകൊണ്ട് നമ്മൾ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായി ഇപ്പോൾ കോഴിക്കോടിൻ്റെ കലക്ടർ ഇന്ന് വന്നതിനെ തുടർന്ന് അദ്ദേഹം തന്നെ മീറ്റിംഗ് എടുത്ത് ഇതിനകത്തൊരു പരിഹാരം ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത്. അത് ഒരു വൺ വേ രീതിയിലെങ്കിലും, ഇപ്പോൾ നേരത്തെ ഡ്രൈവർമാരായ ആളുകളൊക്കെ പറഞ്ഞതുപോലെ ഒരു വൺ വേ രീതിയിൽ കുറച്ച് എണ്ണം ലിമിറ്റ് ചെയ്തുകൊണ്ട് ഈ വാഹനങ്ങൾ കടത്തിവിടാനുള്ള ഒരു സൗകര്യം ഒരുക്കണം. കാരണം സൗകര്യം ഒരുക്കിയില്ലെങ്കിലൊരു പ്രശ്നം വയനാട് നിന്ന് വരുന്ന, കർണാടകയിൽ നിന്നും മറ്റും വരുന്ന മറ്റു പല ജില്ലകളിലേക്കുള്ള ഭക്ഷ്യവസ്തുക്കളും പച്ചക്കറി അടക്കമുള്ളതാണ് ഇപ്പോൾ ചുരത്തിൽ ബ്ലോക്കായി നിൽക്കുന്നത്. അത് ഓണക്കാലമാണ്. തിരിച്ച് ഇങ്ങോട്ട് വരേണ്ട വാഹനങ്ങൾ താഴെ ലക്കിടി ഭാഗത്ത് ബ്ലോക്ക് ചെയ്ത് നിൽക്കപ്പെടുന്നുണ്ട്. ഇത് രണ്ടും എത്തിയാലാണ് ഈ ഒരു സമയം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ കോഴിക്കോട് ജില്ലാ ഭരണകൂടം അടിയന്തരമായി ഈ കാര്യത്തിൽ വലിയ വാഹനങ്ങൾ മുഴുവൻ ഒറ്റ സ്ട്രെച്ചിൽ കടത്തിവിടുന്നതിന് പകരം ഘട്ടം ഘട്ടമായി എണ്ണം ലിമിറ്റ് ചെയ്തുകൊണ്ട് കടത്തിവിടുന്നൊരു തീരുമാനം എടുക്കണമെന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ ഒരു തീരുമാനം പോസിറ്റീവായി വരും. അത് കലക്ടർ ഉന്നത ഉദ്യോഗസ്ഥരുമായ ഒരു ആശയവിനിമയം നടത്തിയതിന് ശേഷമേ അത് പറയുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ജിയോളജിസ്റ്റ് അടക്കം ഹസാർഡ് അനലിസ്റ്റ് അടക്കം എല്ലാവരും കൂടി ചേർന്ന് ആലോചിച്ച് തീരുമാനം കൈക്കൊള്ളുമെന്നാണ് പറഞ്ഞത്. ആ തീരുമാനത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തു നിൽക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനം വന്നാൽ
നമുക്ക് ഈ ഒരു പ്രതിസന്ധിയെ അതിജീവിക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. മടങ്ങിയെത്താം. ഈ കമൽ, നേരത്തെ നമ്മുടെ ഈ മണ്ണ് ഗവേഷണവുമായി ബന്ധപ്പെട്ട ആ മേഖലയിലുള്ള ആളുകൾ പറഞ്ഞത് അവിടെ ഇപ്പോഴും അപകടാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. കാരണം 2 പാറകൾ അവിടെ ഒരു ക്യാവിറ്റി കാണുന്നുണ്ട്. അപ്പോൾ ഈ കടത്തിവിടുന്ന സമയത്തായാലും വലിയ സുരക്ഷാ മാർഗ്ഗങ്ങൾ സ്വീകരിക്കണം, വളരെ കരുതലോടുകൂടി മുന്നോട്ട് പോകണം എന്നാണ് അവർ മുന്നറിയിപ്പ് നൽകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടോ? അതിനെയൊക്കെ നമുക്ക് തരണം ചെയ്യാൻ വേണ്ടിയുള്ള മറ്റ് ബദൽ ക്രമീകരണങ്ങൾ കളക്ടറൊക്കെ വന്നതിന് ശേഷം എന്ത് അറിയിപ്പായി നൽകുന്നുണ്ട്? പ്രജീഷ്, അത് നിലവിലുള്ള ഒരു അപകടാവസ്ഥയുടെ കാര്യമല്ല പിയൂദാസ് സാർ ഉൾപ്പെടെയുള്ളവർ പങ്കുവെച്ചത്. അതായത് ഒരു സമഗ്ര പഠനം വേണം. കാരണം ഇത് എങ്ങനെ സംഭവിച്ചു, ഇനി അടുത്ത മഴക്കാലത്ത്, അടുത്ത മൺസൂണിൽ അല്ലെങ്കിൽ തുലാവർഷത്തിൽ കനത്ത മഴ പെയ്താൽ എന്ത് സംഭവിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളിൽ പഠനം വേണം. കാരണം ഈ മുകളിൽ നിന്ന് ഈ പാറയിൽ വല്ല വിടവും ഉണ്ടോ, അത് എത്രത്തോളം വലിയ ക്യാവിറ്റി ഉണ്ട്, അതിലൂടെ വെള്ളം ഇറങ്ങി ഇനിയും അപകട സാധ്യതയുണ്ടോ, അത്തരം കാര്യങ്ങളാണ്. നിലവിൽ അവിടെ ഇപ്പോൾ മഴ ഇല്ലാത്തൊരു സമയത്ത് അപകടാവസ്ഥയുള്ള കാര്യമല്ല പറഞ്ഞത്. പക്ഷേ ചുരത്തിലെ മൊത്തം അപകട മേഖലകളെ കുറിച്ച് ശാസ്ത്രീയമായ ഒരു പഠനം വേണം. അതിന് വേണമെങ്കിൽ ഒരു ഏജൻസിയെ അടക്കം നിയോഗിച്ചുള്ള ഒരു പഠനം വേണം. കാരണം ഭാവിയിലും ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ചേക്കാം, അതേ സ്ഥലത്തോ മറ്റൊരു സ്ഥലത്തോ. അതിനെക്കുറിച്ച് പഠനം വേണം എന്നുള്ളതാണ്. നിലവിൽ അദ്ദേഹം ഉൾപ്പെടെ കമൽ നിൽക്കുന്ന സ്ഥലത്ത് ഈ വാഹനങ്ങൾ ഇങ്ങനെ വരിവരിയായി നിർത്തുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ എത്ര സമയമായി അവിടെ നിൽക്കുന്നുണ്ട്? അവരുടെ കാത്തിരിപ്പ്, കാരണം നേരത്തെ പറഞ്ഞു ആ ബുദ്ധിമുട്ട് മൂലം ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ലോഡ് ഓണത്തിന് പോലും സാധന സാമഗ്രികൾ, സപ്ലൈകോ ഉൾപ്പെടെ എത്തിക്കേണ്ട സാധനങ്ങൾ, ഇതൊക്കെ പാക്ക് ചെയ്യേണ്ട സമയങ്ങളാണ്. അപ്പോൾ എത്ര സമയമായി ഇവർ കാത്തു നിൽക്കുന്നുണ്ട്? ഈ മറ്റിടങ്ങളിലൊക്കെ, ഈ ചുരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ ഈ രീതിയിൽ, അല്ലെങ്കിൽ ഈ വലിയ വാഹനങ്ങൾ ഏതൊക്കെ മേഖലയിൽ ഇപ്പോൾ അവിടെ കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥയുണ്ട് കമൽ? അടിവാരത്ത് നിന്ന് ഇങ്ങോട്ടുള്ള വാഹനങ്ങൾ അടിവാരത്ത് നിർത്തിയിട്ടിട്ടുണ്ട്. അത് എത്രത്തോളം ഉണ്ട് എന്ന് എനിക്കിപ്പോൾ കൃത്യമായി പറയാൻ കഴിയില്ല. എങ്കിലും അവിടെയും ലോറികളുണ്ട്. ഇതിപ്പോൾ ലക്കിടിയിലെ കവാടത്തിൽ ഏതാണ്ട് 40 ലോറികളുണ്ട് എന്നാണ് ഡ്രൈവർമാർ നമ്മളോട് പറഞ്ഞത്. അതിൽ തന്നെ ഈ മിൽമ, അതുപോലെ ഓയിൽ ടാങ്കർ ഒക്കെ അവശ്യ സർവീസായി പോകുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നത് അതാണ്, ഭാരമാണ് പ്രശ്നമെങ്കിൽ അതൊക്കെ പ്രശ്നമാണല്ലോ, അപ്പൊ ഞങ്ങളെയും കൂടെ വിട്ടുകൂടെ എന്നുള്ളതാണ്. മാത്രമല്ല യാത്രാ വാഹനങ്ങൾ വിടുന്നുണ്ട്, 4-5 പേർ യാത്ര ചെയ്യുന്ന കാറുകൾ വിടുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ഈ നമുക്ക് ഒരു കാര്യം, നമ്മൾ സത്യാമൂലം കൊടുക്കാൻ തയ്യാറാണ്. നമ്മളുടെ 90% വണ്ടിയിൽ ഒറ്റ ഡ്രൈവറേ ഉള്ളൂ. അത് നമ്മൾ വേണമെങ്കിൽ എന്ത് സംഭവിച്ചാൽ ഞങ്ങൾ പ്രശ്നമില്ല, വേണമെങ്കിൽ സത്യാമൂലം എഴുതി കൊടുക്കാം. ഒരു കാറിൻ്റെ മുകളിൽ വീണാൽ 4-5 ആളുണ്ടാവും. അപ്പോൾ 5 ജീവൻ പോകണമാണ്, 1 ജീവൻ പോകണമാണ് വരുന്നത്. ഇവർ ഇന്നലെ മുതൽ ഇവിടെ കിടക്കുകയാണ് പ്രജീഷ്. അതുകൊണ്ട് തന്നെ പലരും വൈകാരികമായാണ് പ്രതികരിക്കുന്നത്. കാരണം അവരുടെ ബുദ്ധിമുട്ട്, ഇവിടെ ഉള്ളത് അത്യാവശ്യം ഭക്ഷണത്തിന് നല്ല വിലയൊക്കെയുള്ള ഒരു ഹോട്ടലാണ് അടുത്തുള്ളത്. അവർക്ക് പലർക്കും അവിടെ നിന്ന് 3 നേരം ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പാചകം ചെയ്യാനുള്ള സൗകര്യമില്ല. പ്രാഥമികമായി ഇവിടെ ഒരു പബ്ലിക് ടോയ്ലറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു സൗകര്യവും ഇവിടെ ഇല്ല ചുരത്തിന്റെ കവാടത്തിൽ. അതുകൊണ്ട് തന്നെ അവരുടെ ബുദ്ധിമുട്ടുകൾ, വലിയ ബുദ്ധിമുട്ടാണ് അവർ നേരിടുന്നത് മണിക്കൂറുകളായി. അതുകൊണ്ട് തന്നെയാണ് അവരൊക്കെ ആ തരത്തിൽ പ്രതികരിക്കുന്നത്. ശ്രീ സംഷാദ് മലിക്കാർ, ഈ കോഴിക്കോട് ജില്ലയിലെയും വയനാട് ജില്ലയിലെയും 2 കണക്ടിവിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ ഒരു ലാപ്സ് സംഭവിച്ചു എന്നാണ് കൽപ്പറ്റ MLA ഉൾപ്പെടെ ആരോപിച്ചത്. അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്കറിയാം, സൈക്ലോണുകൾ, അല്ലെങ്കിൽ കാലം തെറ്റിയുള്ള മഴകൾ, അല്ലെങ്കിൽ നമ്മൾ കാത്തിരിക്കുന്ന കാലവർഷം, അതൊക്കെ നമുക്ക് പ്രവചിക്കുന്നതിന് അപ്പുറത്തേക്കാണ് അതിൻ്റെ തീവ്രത. അപ്പോൾ ഇക്കാര്യത്തിലൊക്കെ ഒരു മുൻകരുതിയുള്ള ഒരു ചാർട്ട് തയ്യാറാക്കലുമായി ബന്ധപ്പെട്ടൊരു പിഴവ് സംഭവിച്ചിട്ടുണ്ടോ? അതാണോ? കാരണം അവിടേക്ക് നിൽക്കുന്ന ആളുകളുടെ അവസ്ഥ കണ്ടല്ലോ, നമ്മൾ തന്നെ അറിയാം, ചിന്തിച്ചാൽ മതി. ഈ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ കുറച്ച് സമയം പോലും നമുക്കൊരു ക്യൂവിൽ പെട്ടുപോയുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ ഇതിനൊരു കൃത്യമായൊരു പ്ലാൻ, പദ്ധതി, അതിലൊരു ആൻസർ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുന്നതിൽ പിഴവുണ്ടായിട്ടുണ്ടോ? ഇനി നമുക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ കഴിയും? കോഴിക്കോട് ചുരവുമായി ബന്ധപ്പെട്ട് എല്ലാ കാലത്തും വയനാട്ടിലുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രയാസം, ഇത് കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിൻ്റെ കീഴിലാണ് കോഴിക്കോട് ചുരം. നമുക്കൊരു പരിമിതികളുണ്ട്. വയനാട് ജില്ലയിലെ ആളുകൾക്ക് അതിൽ ഇടപെടുന്നതിനൊരു പരിമിതിയുണ്ട്. ആ പരിമിതിയിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഈ ഒരു മണ്ണിടിച്ചിൽ മാത്രമല്ല, ഇതിന് മുമ്പ് 1 വർഷം മുമ്പ് ഒരു മണ്ണിടിച്ചിൽ ഇതിൻ്റെ തൊട്ട് സമീപ പ്രദേശത്തുണ്ടായി, ഒരു വൈകുന്നേര സമയത്ത്. അന്ന് നമ്മുടെ വയനാട്ടിലെ ജില്ലാ ഭരണകൂടം വളരെ പെട്ടെന്ന് ഇടപെട്ട് അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് നമ്മൾ ട്രാഫിക് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അന്നും കോഴിക്കോട് ജില്ലയിൽ നിന്ന് യാതൊരുവിധ പിന്തുണയും നമുക്ക് ലഭിച്ചില്ല. അതിനുശേഷം ഒരു വാഹനത്തിൽ പാറ വന്ന് ഇടിച്ച് ഒരു മരണം സംഭവിക്കുന്ന കാര്യമുണ്ടായി. ഇത് 3ാമത്തെ ഇൻസിഡൻ്റാണ് ഉണ്ടാവുന്നത്. ഇത് സംഭവിച്ചതിന് ശേഷം നമ്മളുടെ ജില്ലയിൽ നിന്നുള്ള ആളുകൾ കാര്യക്ഷമമായി ഇതിന് ഇടപെടുകയും കൃത്യമായ കമ്മ്യൂണിക്കേഷൻ കോഴിക്കോട് ജില്ലാ കലക്ടർക്ക് നൽകുകയും ചെയ്തു. പക്ഷേ ജില്ലാ കലക്ടർ ഇന്നലെ പറഞ്ഞൊരു മറുപടി,
ഈ ജില്ലാ കലക്ടർ എല്ലാ സ്ഥലത്തും പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ വാദം ആയിരിക്കും. പക്ഷേ എല്ലാ സ്ഥലത്തും അദ്ദേഹം പോകണമെന്നില്ല. കാര്യങ്ങൾ ഏകോപിപ്പിക്കണം. കാരണം ഏകോപിപ്പിക്കുക എന്ന് പറയുന്നത് രാത്രി സംഭവിക്കുന്നു, ആരും വരുന്നില്ല, നമ്മളെല്ലാവരും അവിടെ എത്തി, അതിനുശേഷം പിറ്റേന്ന് രാവിലെ ഇതിൻ്റെ മാറ്റാനുള്ള പ്രക്രിയ, ഈ ഡെബ്രിസുകൾ ക്ലിയർ ചെയ്യാനുള്ള പ്രക്രിയ എടുത്തപ്പോൾ കോഴിക്കോട് നിന്നൊരു ടിപ്പറും ഒരു ചെറിയ JCB മാത്രമാണ് വന്നത്. അന്ന് മറ്റുള്ള സൗകര്യങ്ങളൊക്കെ വയനാട്ടിൽ നിന്ന് ഒരുക്കി കൊടുത്തിട്ടാണ് ആദ്യഘട്ടത്തിൽ അത് മാറ്റൽ നടന്നത്. എന്നിട്ടും അദ്ദേഹം വന്നില്ല. അപ്പോൾ ഇതിനകത്ത് തീരുമാനമെടുക്കേണ്ടത്, പിന്നെ പ്രജീഷ് നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെക്കുറിച്ച് ഒരു പഠനം കൂടി നടത്തേണ്ടതാണ്. കാരണം ഇപ്പം നമുക്ക് സംഭവിച്ചത് ഈ ഘാട്ട് ഏരിയകളിൽ ചുരത്തിൻ്റെ മുകൾ വശത്ത് നമുക്ക് ഈ മൺസൂണിൽ ഏകദേശം 4700 മില്ലിമീറ്റർ മഴ പെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മൺസൂണിനെ അപേക്ഷിച്ച് 1000 മില്ലിമീറ്റർ മഴയുടെ അളവ് കൂടുതലാണ് ചുരത്തിൽ. അപ്പോൾ ആ ചുരത്തിൽ അത്രയും വലിയ മഴ ഈ മൺസൂൺ കാലത്ത് വന്നിട്ടുണ്ട് എങ്കിൽ ചുരത്തിൻ്റെ സാച്ചുറേഷൻ ലെവൽ ഹൈ ആണ്. അപ്പോൾ ചെറിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുകൾക്കും ചെറിയ മഴ പെയ്യുമ്പോൾ പോലെയുള്ള ചെറിയ ലാൻഡ് സ്ലിപ്പുകൾക്കൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഈ വിവരങ്ങളൊക്കെ ജില്ലാ ഭരണകൂടം തന്നെ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന DDMA മീറ്റിംഗിൽ അതിനൊക്കെ എന്തുകൊണ്ട് സംഷാദ് ഈ വേഗത ഉണ്ടാകുന്നില്ല എന്നുള്ളത്. കാരണം പ്രിയങ്ക ഗാന്ധി ഇന്നലെ ഒരു സ്ഥലത്തിലെ MP എന്ന നിലയിൽ കേന്ദ്ര സർക്കാരിനെ കത്തയച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ പരിഹാരമുണ്ടാകും. നമുക്ക് ഈ ഓരോ സമയം വരുമ്പോഴും നമ്മൾ അപ്പോഴാണ് ചിന്തിക്കുന്നത് അവസ്ഥ മാറണം. കാരണം വയനാടിനെ സംബന്ധിച്ചോളം അറിയാം, നമ്മളിപ്പോൾ അതിജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ ഉണ്ടായിട്ട് ഒരു പ്രദേശത്ത് മാത്രമുണ്ടായിട്ടുള്ള ദുരന്തം അവിടുത്തെ ടൂറിസ്റ്റ് ഉൾപ്പെടെ അവർ എന്താണ് ഇവിടെ ടൂറിസം മേഖല പച്ചപിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് ജില്ലകളുമായിട്ടുള്ള കണക്ടിവിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ വലിയൊരു ആശങ്കയാണ് അവർ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ അത് പരിഹരിക്കപ്പെടണം. പിന്നീട് പറയുന്ന എന്ത് വന്നാലും അല്ലെങ്കിൽ ഒരു കുറച്ച് സമയം പോലും അവിടെ ഈ താമരശ്ശേരി ചുരത്തിൽ തടസ്സമുണ്ടായി കഴിഞ്ഞാൽ ബദലെന്ന നിലയിൽ കുറ്റ്യാടി വഴിയുള്ള ആ യാത്ര, ചുരം വഴിയുള്ള യാത്ര എന്ന് അതിനെ മാത്രം ആശ്രയിക്കുന്ന സ്ഥിതി, അവിടുത്തെ അവസ്ഥ, അതിനേക്കാൾ അവിടെ വലിയ വാഹനങ്ങൾ കൂടി കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഇക്കാര്യത്തിലൊക്കെ തന്നെ വളരെ ക്രിയാത്മകമായ രീതിയിൽ ചലിപ്പിക്കാൻ കഴിയുന്ന മിഷനറീസ് ചലിപ്പിക്കാൻ കഴിയുന്നുണ്ടോ? എന്താണ് തടസ്സമുള്ളത്? ഇനിയുള്ള തുരങ്കപാത സംബന്ധിച്ച് കാത്തിരിക്കണമല്ലോ. ഇതിനെല്ലാം സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ല, നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നത് ചുരത്തിൻ്റെ ഒരു സ്റ്റെബിലിറ്റി ടെസ്റ്റ് നടത്തുക എന്നുള്ളതാണ്. അത് വിദഗ്ധരായ ആളുകളെ കൊണ്ട് ഒരു ചുരത്തിൻ്റെ സ്റ്റെബിലിറ്റി ടെസ്റ്റ് അത് നടത്തേണ്ടത് കോഴിക്കോട് ജില്ലാ ഭരണകൂടവും സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പുമാണ്. അത് നടത്തിയതിന് ശേഷം പ്രയാസമുള്ള സ്ഥലങ്ങളിൽ അതിനുള്ള പ്രിക്കോഷൻസ് നമ്മൾ എടുക്കണം. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ചില നയപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും, ചില പ്രൊട്ടക്ഷൻ വാളുകൾ ഉണ്ടാക്കേണ്ടി വരും, ചില മെഷുകൾ ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെ ചുരത്തിൻ്റെ ഒരു സ്റ്റെബിലിറ്റി ടെസ്റ്റ് നടത്തി അടിയന്തരമായി ചുരത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളൊരു തീരുമാനം നമുക്ക് എടുക്കാൻ കഴിയും. ഇപ്പോൾ 2018 നമുക്ക് വനഭൂമി വിട്ടുകിട്ടിയതാണ് 3 ഹെയർപിൻ വളവുകൾ വലുതാക്കുന്നതിന് വേണ്ടി. നമ്മളൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാതിരിക്കുമ്പോഴാണ് ഈ ട്രാഫിക് ജാം വല്ലാതെ ഉണ്ടാവുന്നത്. അത്തരം പ്രശ്നങ്ങൾ ചുരത്തിന് പരിഹരിക്കാൻ പറ്റുന്നതാണ്. അത് കോഴിക്കോട് ജില്ലാ ഭരണകൂടവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഈ സമയം അധികം താമസിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ തീരുമാനമെടുത്ത് അതിൻ്റെ ഒരു പ്രിക്കോഷൻസ് എടുത്തു കഴിഞ്ഞാൽ ചുരത്തിന് നമുക്ക് യാത്ര സുഖകരമായി കൊണ്ടുപോകാം. അതിനോടൊപ്പം പ്രജീഷ് പറഞ്ഞ പോലെ ഒരു കുറ്റ്യാടി ചുരം എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നതല്ല. കാരണം കുറ്റ്യാടി ചുരത്തിൻ്റെ ഒരു വീതിയും അതിൻ്റെ ഒരു ഘടനയൊക്കെ അത്രയും പ്രയാസകരമായ രീതിയിൽ പോകുന്നൊരു ചുരമാണ്. അവിടെ കൂടുതൽ ട്രാഫിക് വന്നാൽ ആ ചുരത്തിന് താങ്ങാനുള്ള ശേഷിയില്ല. നമുക്ക് പകരം ബദൽ പാതകളുണ്ട്. ആ ബദൽ പാതകൾ ഇത്തരം ചില ഘട്ടങ്ങളിൽ ചർച്ചയ്ക്ക് വരുന്നു എന്നതിനേക്കാൾ അപ്പുറം അതിനടുത്ത് സീരിയസ് ആയ ഒരു രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറമായ ഒരു ഒറ്റക്കെട്ടായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അതിലൊന്ന് പടിഞ്ഞാറത്തറ പൂഴിത്തോട് ബദൽ പാതയാണ്. 94 സെപ്റ്റംബറിൽ നമ്മളതിന് ഉദ്ഘാടനമൊക്കെ നിർവഹിച്ചതാണ്. ഒരു 12 കിലോമീറ്റർ വനത്തിലൂടെ പോകേണ്ട ഒരു പാതയാണ്. അതിൽ 54 ഹെക്ടർ വനഭൂമിയാണ് നമുക്ക് ആവശ്യം. ആ 54 ഹെക്ടർ വനഭൂമിക്ക് പകരം 100 ചില്ലറ ഏക്കർ ഭൂമി ജനങ്ങളും പഞ്ചായത്തും ഒക്കെ പിരിച്ചെടുത്ത് വാങ്ങിക്കൊടുത്ത് ഒരു സെറ്റിൽമെൻറ്റ് നടത്തിയൊരു മേഖലയാണ്. ആ ഒരു ബദൽ പാതയെക്കുറിച്ച് ഈ ട്രാഫിക് ജാം വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം വരുമ്പോഴോ ചർച്ചകൾക്ക് 12 വർഷമായി അതിന് പാതയുമില്ല സ്ഥലവുമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. അതെ, അതാ പറയുന്നത്. ഇപ്പം നമ്മളത് അതിന് 970 ദിവസമായി അവിടുത്തെ കർമ്മസമിതിക്കാർ സമരത്തിലാണ്. 970 ദിവസമായി സമരത്തിലാണ് അവിടെ. ആ സമരം ചെയ്യുന്ന ആളുകൾ പറയുന്നതും അവിടുത്തെ ആളുകൾ പറയുന്നതും നമുക്ക് കോഴിക്കോട് നിന്നുള്ള 3 കിലോമീറ്റർ നമ്മൾ പണി പൂർത്തിയാക്കി, പടിഞ്ഞാറത്തറയിലെ കിലോമീറ്ററുകൾ പൂർത്തിയാക്കി. ഇനി 12 കിലോമീറ്റർ മാത്രമേ നമുക്കത് ചെയ്യാനുള്ളൂ. ഒരു 100-150 കോടി രൂപയുണ്ടെങ്കിൽ ഒരു ബദൽ പാത നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. പക്ഷേ അതൊരു പൊളിറ്റിക്കൽ വില്ല് വേണം, അതിനകത്തൊരു കൂട്ടായ ഇടപെടൽ വേണം. അതെല്ലാവരും രാഷ്ട്രീയത്തിനപ്പുറം എല്ലാവരും ഒരുമിച്ച് നിന്നത് നേടിയെടുക്കുക എന്നുള്ളതാണ് ഇനി വയനാടിനെ സംബന്ധിച്ചിടത്തോളം കണക്ടിവിറ്റിയുടെ പ്രശ്നം പരിഹരിക്കാനുള്ളൊരു പോംവഴി.